ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ നാട്ടിൽ പോകുമ്പോൾ കഴിക്കാൻ വെച്ചിരിക്കുന്ന നമ്മുടെ നൊസ്റ്റാൾജി ഉണർത്തുന്ന ഒരു പലഹാരമാണ് പപ്സ്. പലരും അത് വീടുകളിൽ ഉണ്ടാക്കാറില്ല, പക്ഷേ അത് ഉണ്ടാക്കുന്ന ബുദ്ധിമുട്ട് ആലോചിച്ചിട്ടായിരിക്കും. നമ്മുടെ വീട്ടിൽ തന്നെയുള്ള ഐറ്റംസ് ഒക്കെ വെച്ച് വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം വെച്ചുകൊണ്ട് നമുക്ക് ഇന്നൊരു പപ്സ് ഉണ്ടാക്കി നോക്കാം. അപ്പൊ ഈ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങളും ട്രൈ ചെയ്ത് നോക്കണം. ഡെഫിനറ്റ് ആയിട്ട് നിങ്ങൾക്കും വളരെ ഈസി ആയിട്ട് വീട്ടിൽ പപ്സ് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ പപ്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് 2 സവാളയും 1 കഷ്ണം ഇഞ്ചിയും മാത്രമാണ്. അപ്പോൾ ഇതൊന്ന് നല്ല നൈസായിട്ട് അരിഞ്ഞെടുക്കണം. ഇഞ്ചി ഒന്ന് ചതച്ചെടുക്കണം. അപ്പോൾ ഉള്ളി ഇതുപോലെ നൈസായിട്ട് അരിഞ്ഞെടുത്ത് മാറ്റി വെക്കുക. അപ്പോൾ ഇഞ്ചി നമുക്ക് ഇതുപോലെ നന്നായിട്ട് ചതച്ചെടുക്കാം. അപ്പോൾ ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടായതിനു ശേഷം നമുക്ക് ഈ ഉള്ളിയും ഇഞ്ചിയും വഴറ്റിയെടുക്കാൻ ആവശ്യമായിട്ടുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടാകുമ്പോൾ അതിനകത്തോട്ടേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള നമുക്ക് ഇട്ട് കൊടുക്കാം. അതുപോലെ ആ ഇഞ്ചി ഇട്ട് കൊടുക്കാം. ഇത് നന്നായിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കണം. ഇത് വഴണ്ട് ഏകദേശം റെഡി ആയിട്ടുണ്ട്. അപ്പൊ അതിനകത്തേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് നമുക്ക് ആവശ്യത്തിന് ഉണ്ടോ എന്ന് പിന്നീട് നോക്കിയിട്ട് ബാക്കി വേണമെങ്കിൽ ചേർക്കാം. പിന്നെ ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടി, ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല, പിന്നെ കുറച്ച് കുരുമുളക് പൊടി. അത്രയും സംഭവം ചേർത്ത് ഇത് വീണ്ടും ഇളക്കുക. അപ്പൊ നമ്മുടെ പപ്സിന്റെ സ്റ്റഫിങ്ങിന് ആവശ്യമായിട്ടുള്ള ഉള്ളിയും മറ്റുമൊക്കെ റെഡി ആയിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പും, അധികം എരിവൊന്നും ചേർക്കരുത്. ഒരു സ്നാക്സ് ആയിട്ട് കഴിക്കുന്നതുകൊണ്ട് ജസ്റ്റ് ഒരു പേരിന് ഞാൻ കാശ്മീരി മുളക് പൊടിയാണ് ഇട്ടത്. അതുപോലെ തന്നെ കുരുമുളക് പൊടി അല്പം ഇട്ടിട്ടുള്ളൂ. അപ്പൊ ഇത് റെഡി ആയിട്ടുണ്ട്. അപ്പൊ ഇത് നന്നായിട്ട് തണുത്തിട്ട് വേണം നമ്മൾ പപ്സിന്റെ പേസ്ട്രിയിലേക്ക് ഇത് വെക്കാനും മുട്ട വെക്കാനും. ഞാനിന്ന് ഇവിടെ ഉപയോഗിക്കുന്നത് റെഡി റോൾഡ് പഫ് പേസ്ട്രി. നമുക്കിവിടെ സൂപ്പർ മാർക്കറ്റിൽ എല്ലാം അവൈലബിൾ ആണ്. ഇതാവുമ്പോൾ നമ്മുടെ പണി എളുപ്പമാണ്. അതുപോലെ തന്നെ ഇത് അല്പം നേരം നമ്മൾ പപ്സ് ഉണ്ടാക്കുന്നതിന് അല്പം മുമ്പ് ഇതൊന്ന് ഫ്രിഡ്ജിൽ നിന്ന് പുറത്തെടുത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇത് കട്ട് ചെയ്ത് നമുക്ക് പപ്സ് ഉണ്ടാക്കാം. അപ്പൊ എങ്ങനെയാണ് ഇത് നമുക്ക് റോൾ ചെയ്ത് വരുന്നത്? ഇത് നന്നായിട്ട് സ്പ്രെഡ് ചെയ്തിട്ട് അല്പം നേരം ഒന്ന് വെക്കണം. ഇത് 6 മുറിച്ചെടുക്കണം. അപ്പൊ ഏകദേശം കണക്കായിട്ട് ഇങ്ങനെ മുറിച്ചെടുക്കാം. 1, 2, അതുപോലെ നടുക്കൂടെ ഒരു വര. അങ്ങനെ 6 പപ്സിന്റെ ഷീറ്റ് ഇപ്പൊ റെഡിയായി. ഒന്ന് ഇളക്കി മാറ്റി സെപ്പറേറ്റ് ചെയ്ത് വെക്കാം. ഇപ്പോൾ ഈ പേസ്ട്രി പുറത്ത് വെച്ചതിന് ശേഷം നമ്മുടെ ഗ്രേവി മിക്സ് സ്റ്റഫിങ് നന്നായിട്ട് തണുത്ത് കഴിയുമ്പോൾ ആവശ്യത്തിന് ഓരോ പേസ്ട്രിയുടെയും നടുഭാഗത്ത് ഇതുപോലെ ഇട്ട് കൊടുക്കുക. ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂടുതലോ കുറവോ ഈ സ്റ്റഫിങ് ഇട്ട് കൊടുക്കാം. അങ്ങനെ എല്ലാത്തിലും ഒരേപോലെ ഇട്ട് കൊടുക്കുക. അപ്പോൾ സ്റ്റഫിങ് എല്ലാം ഈക്വലായിട്ട് എല്ലാ പേസ്ട്രിയുടെയും മേലെ ഇതുപോലെ വെച്ച് കൊടുക്കുക. അതുപോലെ ഞാനിവിടെ 3 മുട്ട 2ആയി മുറിച്ചെടുത്തിട്ടുണ്ട്. അത് കുരുമുളക് പൊടിയുടെ മേലെ ഒന്ന് മുക്കി നമ്മുടെ സ്റ്റഫിങ്ങിൻ്റെ മേലെ വെച്ച് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ ഓരോന്നും ഈ കുരുമുളക് പൊടിയിലൊന്ന് മുക്കിയിട്ട് വേണം നമ്മുടെ സ്റ്റഫിൻ്റെ മേലെ വെക്കുവാൻ. ഇതുപോലെ കമഴ്ത്തി വെക്കുക. അതിനുശേഷം ഈ പേസ്ട്രി ഓരോ സൈഡും മുട്ടയുടെ മേലെ വരത്തക്ക രീതിയിൽ ഇങ്ങനെ ഒട്ടിച്ച് വെക്കുക, 4 സൈഡും. അപ്പോൾ 6 പഫ്സ് അതിൻ്റെ പേസ്ട്രിയും സ്റ്റഫും നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനകത്ത് 4 എണ്ണം നമ്മുടെ നാട്ടിൽ സാധാരണ കിട്ടുന്ന രീതിയിലാണ് വെച്ചിരിക്കുന്നത്. അതുപോലെ 2 എണ്ണം വേറൊരു സ്റ്റൈലിലാണ്. ഇങ്ങനെയും ചില ബേക്കറികളിൽ കിട്ടാറുണ്ട്. അപ്പോൾ ഇത് റെഡിയായി വരുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ 2 ടൈപ്പ് പഫ്സ് കിട്ടും. അതുപോലെ നിങ്ങൾ ഈ പഫ്സിൻ്റെ ഇത് ഒട്ടിച്ച് വെക്കുമ്പോൾ ആ സെൻറ്ററിൽ അല്പം പറ്റിച്ച് വെക്കണം. കാരണം ഇല്ലെങ്കിൽ അത് വിട്ടുപോകാൻ സാധ്യതയുണ്ട്. ഇനി നമുക്ക് ഇതുപോലെ ഒന്ന് മുട്ട അടിച്ചെടുത്തിട്ട് ഒരു ബ്രഷ് കൊണ്ട് എല്ലാ പേസ്ട്രിയുടെയും മേലെ നമുക്ക് ഇതുപോലെ തൂത്ത് കൊടുക്കാം. കാരണം ബേക്ക് ചെയ്ത് കഴിയുമ്പോൾ നല്ലൊരു ഗ്ലേസിങ്ങും നല്ലൊരു ക്രിസ്പിനെസ്സും ഇതിൻ്റെ മേലെ വരാൻ നല്ലതാണ്. അപ്പോൾ ഇത് മറക്കാതെ ചെയ്യണം. നമുക്കിത് ഓവനിൽ ഫാൻ സെറ്റിങ്സിൽ 150 ഡിഗ്രി സെൽഷ്യസിൽ 25 മിനിറ്റ് ബേക്ക് ചെയ്ത് എടുക്കാം. അപ്പോൾ നമുക്ക് 25 മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യണം.
20-25 മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് പപ്സ് പുറത്തെടുക്കാം. അപ്പോൾ ഇതുപോലെ നല്ല ക്രിസ്പി ആയിട്ടുള്ള ഗോൾഡൻ ബ്രൗൺ ആയിട്ടുള്ള പപ്സ് റെഡി ആയിരിക്കും. ഓരോ ഓവനകത്തും ചൂടിൻ്റെ ഇതിലൊക്കെ വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ അതനുസരിച്ചിട്ട് കൂട്ടിയോ കുറച്ചോ നേരം നിങ്ങളിതിപ്പം ഒന്ന് വാച്ച് ചെയ്തിരിക്കുക. നമുക്കത് റെഡിയാവുന്ന പരുവാകുമ്പോൾ അത് ഓവനിൽ നിന്ന് പുറത്തെടുക്കാം. നമ്മുടെ പപ്സ് ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇതിന്റെ പ്രിപ്പറേഷൻ ടൈം ചിലപ്പോൾ ഫ്രം ദ ബിഗിനിങ് ടിൽ ദ എൻഡ് ഒരു 45 മിനിറ്റ്സ് എടുത്തെങ്കിലുള്ളൂ. ഓവനിൽ ഇത് 20-25 മിനിറ്റ് ഫാൻ മോഡിൽ വെക്കണം. അതിനു മുമ്പ് നമുക്ക് ഉള്ളി അരിയുക ഇതൊക്കെ ചെറുതായിട്ട് പെട്ടെന്ന് ചെയ്യാം. അപ്പൊ ആരും ഇനി ഇത് കഴിക്കാനായിട്ട് നാട് വരെ പോകാൻ നിൽക്കരുത്, അല്ലെങ്കിൽ എന്തെങ്കിലും പരിപാടിക്ക് പോകുമ്പോൾ കഴിക്കാൻ വേണ്ടി നിൽക്കരുത്. വീട്ടിൽ തന്നെ ഇത് ഉണ്ടാക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും കമന്റുകളും അറിയിക്കുക. പേജ് ഫോളോ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു നല്ല വീഡിയോയുമായിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.